എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 28ാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മില്ലറ്റ് സീരീസിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തിന അഥവാ ഫോക്സ്ടെയിൽ മില്ലറ്റിനെ കുറിച്ചാണ്. ഒരു കാലഘട്ടം വരെ വീട്ടിലെ തത്തകൾക്കും വളർത്തു മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ വളർത്തു പക്ഷികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു തീറ്റയായിട്ടാണ് പലരും തിനയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മില്ലറ്റുകൾ വളരെയധികം പ്രചാരത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് തിന എന്ന ആളുകൾ തിരിച്ചറിയുന്നത്. പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു തുടങ്ങിയ ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റുകൾ തിനയ്ക്കുണ്ട്. ആദ്യം നമുക്ക് ഈ തിനയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം പാകം ചെയ്ത തിനയിൽ 120 മുതൽ 130 കിലോ കാലറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ് 25 മുതൽ 28 ഗ്രാമും, പ്രോട്ടീൻ 2.5 മുതൽ 3 ഗ്രാമും, ഫാറ്റ് 0.6 മുതൽ 0.8 ഗ്രാമും അടങ്ങിയിട്ടുണ്ട്. 2 മുതൽ 2.5 ഗ്രാം വരെ ഫൈബർ ആണ് ഇതിലുള്ളത്. കാൽഷ്യം 3 മുതൽ 4 മില്ലിഗ്രാമും, അയൺ 0.5 മില്ലിഗ്രാമും, മഗ്നീഷ്യം 40 മില്ലിഗ്രാമും, ഫോസ്ഫറസ് 60 മില്ലിഗ്രാമും, പൊട്ടാഷ്യം 80 മുതൽ 90 മില്ലിഗ്രാമും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ബി വൈറ്റമിൻസും ഇവയിലുണ്ട്. ഇനി നമുക്ക് തിനയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഇത് പ്രമേഹം അഥവാ ടൈപ്പ് 2 ഡയബറ്റിസ് നിയന്ത്രിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. തിനയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ചോറിനേക്കാളും ഗോതമ്പിനേക്കാളും ഒക്കെ തന്നെ കുറവാണ്. അതുകൊണ്ട് തന്നെ തിന കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ പതിയെ മാത്രമേ കൂടുകയുള്ളൂ. രണ്ടാമതായിട്ട് ഇത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറുകളാണ്. തിന കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയുകയും കുറേ നേരത്തേക്ക് പിന്നെ വിശപ്പും ഉണ്ടാകില്ല. എന്നാൽ ഇതിൽ കാലറീസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചോറിന്റെ അതേ അളവിൽ നമ്മൾ തിന എടുത്തു കഴിഞ്ഞാൽ കാലറീസ് വളരെ കൂടുകയും ഇത് വെയിറ്റ് ഗെയിനിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചോറിന്റെ 1/3 മാത്രമേ നമ്മൾ തിന എടുക്കാൻ പാടുള്ളൂ. മൂന്നാമതായിട്ട് ഇത് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ കാൽഷ്യവും ഫോസ്ഫറസും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇവ എല്ലുകളുടെ ബലം കൂട്ടാനായിട്ട് സഹായിക്കുകയും എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനം, ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യും. നാലാമതായിട്ട് ഇത് BP കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ മഗ്നീഷ്യം കൂടിയിരിക്കുന്ന BPയെ കൺട്രോൾ ചെയ്ത് നോർമലൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ചാമതായിട്ട് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ആറാമതായിട്ട് ഇത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തുകയും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറുകളാണ്. ഈ ഫൈബറുകൾ ഒരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ഇത് നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമാവുകയും അവയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതുവഴി നമ്മുടെ ദഹന വ്യവസ്ഥയെ കൂടുതൽ ആരോഗ്യകരമാക്കാനും ഇത് സഹായിക്കുന്നു. ഏഴാമത്തത് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് എന്നുള്ളതാണ്. ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് തിന. ഇത് മറ്റു മില്ലറ്റുകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉപ്മാവായിട്ടോ കഞ്ഞിയായിട്ടോ ദോശയായിട്ടോ ഇഡ്ഡലിയായിട്ടോ ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും ദിവസം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതിന്റെ പ്രധാന കാരണം ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ദഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള മില്ലറ്റുകൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം. രാവിലെ എഴുന്നേറ്റു, 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. അതിനുശേഷം 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് 2 പുഴുങ്ങിയ മുട്ടയും 1 ആപ്പിളും 3 വാൽനട്ടും 6 ബദാമുമാണ്. 11 മണിയായപ്പോൾ കുറച്ച് വറുത്ത കടല കഴിച്ചു. ഉച്ചയ്ക്ക് ചെറുപയർ പുഴുങ്ങിയതും 1 ക്യാരറ്റും 2-3 ചിക്കൻ പീസും കഴിച്ചു. വൈകിട്ട് നിലക്കടലയും 2 കാരക്കയും 1 ഗ്രീൻ ടീയും കഴിച്ചു. 5 മണിയായപ്പോൾ കുറച്ച് ചെറുപയർ പുഴുങ്ങിയത് കൂടി കഴിച്ചു. അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണേ. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.